സൗദിയിൽ ദമാമിൽ നിന്ന് മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടന്നത്. ബാഗേജ് കുറച്ചതിലൂടെ കൂടുതൽ യാത്രക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സൗദി കൺട്രി മാനേജർ റിച്ചാർഡ് ഡി ഷെറിൻ പറഞ്ഞു. ഇളവു കാലാവധി പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന ആയിരങ്ങൾക്കാണ് ഈ പ്രയോജനം ലഭിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത്യാവശ്യമുള്ളവർക്ക് കേവലം 30 റിയാൽ അധികം നൽകിയാൽ 10 കിലോ ബാഗേജ് കൂടി കൊണ്ടുപോകാനും സാധിക്കും. ഖത്തർ എയർവേസ് പോലുള്ള വിമാന കമ്പനികൾ ബാഗേജ് പരിധി വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ബജറ്റ് എയർലൈനാണെന്നായിരുന്നു മറുപടി. മറ്റ് ബജറ്റ് എയർലൈനുകളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച സേവനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്നത്. ബാഗേജുകൾ വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള വിമാന കമ്പനികൾ 1000-ഉം 2000-ഉം രൂപ വൺ വേ ടിക്കറ്റിന് പോലും ഈടാക്കുമ്പോൾ 800-നും 900-നും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടിക്കറ്റുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരായ പ്രവാസികളെ സഹായിക്കുക മാത്രമാണ് ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ദമാമിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് മുതൽ യാതൊരു പരാതിക്കും ഇടം കൊടുക്കാതെ കൃത്യസമയത്ത് തന്നെ സർവീസുകൾ നടത്താൻ സാധിച്ചുവെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം എയർ ഇന്ത്യ നിരന്തരമായി പ്രവാസികളോട് കാണിക്കുന്ന അവഗണനയുടെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് ബാഗേജ് വെട്ടിക്കുറച്ചതെന്ന് KMCC പ്രതിനിധി പറഞ്ഞു. പ്രവിശ്യയിലെ സംഘടനകളെ ഏകോപിപ്പിച്ച് അധികൃതർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് നേതാക്കൾ. മീഡിയ 1 ദമാം.